നമസ്കാരം. പൗരത്വ വിഷയത്തിൽ തയ്യാറാക്കിയ NRC കട്ടയും കല്ലുമായി കിടക്കുന്ന അസമിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടാൻ ഭിന്നിപ്പിന്റെ പുതിയ കാർഡ് ഇറക്കുകയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഉത്തരാഖണ്ഡ് നിയമസഭ രാജ്യത്ത് ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയതിനെ തുടർന്ന് UCCയിലേക്കുള്ള ആദ്യ ചുവടുവയ്പായി 1935 അസം മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം റദ്ദാക്കാൻ അസം മന്ത്രിസഭ തീരുമാനിച്ചു. ഇത് സംസ്ഥാനത്ത് യൂണിഫോം സിവിൽ കോഡിലേക്കുള്ള യാത്രയിലെ വളരെ പ്രധാനപ്പെട്ട ചുവടുവയ്പ്പാണ് എന്നാണ് മന്ത്രി ജയന്ത മല്ല ബറുവ പറഞ്ഞത്. 2011 സെൻസസ് പ്രകാരം അസമിലെ ജനസംഖ്യയുടെ 34% മുസ്ലിങ്ങളാണ്. മൊത്തം ജനസംഖ്യ 3.12 കോടിയിൽ 1.06 കോടിയും മുസ്ലിങ്ങളാണ്. കൊളോണിയൽ നിയമം എന്ന് വിശേഷിപ്പിച്ച നിലവിലുള്ള മുസ്ലിം വിവാഹമോചന നിയമം റദ്ദു ചെയ്ത നടപടിയെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ന്യായീകരിച്ചു. കഴിഞ്ഞ ദിവസം പഴക്കമുള്ള അസം മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം റദ്ദാക്കാൻ അസം മന്ത്രിസഭ സുപ്രധാനമായ തീരുമാനമെടുത്തു. നിയമപ്രകാരം വധൂവരന്മാർ 18ഉം 21ഉം വയസ്സിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും വിവാഹ രജിസ്ട്രേഷൻ അനുവദിക്കുന്ന വ്യവസ്ഥകൾ ഈ നിയമത്തിൽ അടങ്ങിയിരുന്നു. അസമിൽ ശൈശവ വിവാഹം നിരോധിക്കുന്നതിനുള്ള മറ്റൊരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ നീക്കം എന്നാണ് ഹിമന്ത എക്സിൽ കുറിച്ചത്. 1935 അസം മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 94 മുസ്ലിം രജിസ്ട്രാർമാർ സംസ്ഥാനത്ത് മുസ്ലിം വിവാഹങ്ങളുടെ രജിസ്ട്രേഷനും വിവാഹമോചനവും ചെയ്തു വരുന്നുണ്ട്. ഈ നിയമം നീക്കം ചെയ്തതിൻ്റെ ഫലമായി മുസ്ലിം വിവാഹ രജിസ്ട്രേഷനോ വിവാഹമോചന രജിസ്ട്രേഷനോ പഴയ പോലെ നടക്കില്ല. ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ട്. അതിനാൽ എല്ലാ വിവാഹങ്ങളും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടക്കുമെന്നാണ് മന്ത്രി ബറുവ പറഞ്ഞത്. അത്തരം രജിസ്ട്രേഷനായി അപേക്ഷിച്ചാൽ നിശ്ചിത പരിധിക്കുള്ളിൽ നടപ്പാക്കിയിട്ടുള്ള മുസ്ലിം വിവാഹങ്ങളും വിവാഹമോചനങ്ങളും രജിസ്റ്റർ ചെയ്യുന്നതിനായി മുസ്ലിമായ ഏതൊരു വ്യക്തിക്കും ലൈസൻസ് നൽകാൻ ഈ നിയമം സംസ്ഥാന സർക്കാരിനെ അധികാരപ്പെടുത്തിയിട്ടുണ്ടെന്നും ബറുവ കൂട്ടിച്ചേർത്തു. റദ്ദാക്കിയ നിയമത്തെ കൊളോണിയൽ ആക്ട് എന്നും ഇന്നത്തെ സമൂഹത്തിന് യോജിച്ചതല്ല എന്നും വിശേഷിപ്പിച്ച ബറുവ ശൈശവ വിവാഹത്തിനെതിരായ സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടായി പുതിയ തീരുമാനത്തെ വിശേഷിപ്പിച്ചു. 21 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെയും 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെയും വിവാഹം ഇനി മുതൽ ശൈശവ വിവാഹമായി കണക്കാക്കപ്പെടും. അതിനാൽ ശൈശവ വിവാഹം പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുന്നതിലേക്കുള്ള വലിയ ചുവടുവയ്പ്പാണിത് എന്നാണ് ബറുവ തങ്ങളുടെ നടപടിയെ വിശേഷിപ്പിച്ചത്. ഒരു ഏകീകൃത സിവിൽ കോഡ് അവതരിപ്പിക്കുന്നതിനായി അസം സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ശർമ്മ ബഹുഭാര്യത്വത്തെ ക്രിമിനൽ കുറ്റമാക്കി മാറ്റി അത് നിരോധിക്കുന്നതിനുള്ള ബില്ലും തയ്യാറാക്കി വരികയാണ് എന്നും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ ആദിവാസി സമൂഹങ്ങളെ UCCയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ശർമ്മ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പൗരത്വ നിയമം പറഞ്ഞ് അധികാരത്തിൽ വന്ന ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് അത് മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി ഏകീകൃത സിവിൽ കോഡിനെ ആശ്രയിക്കുകയല്ലാതെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്നതാണ് സത്യം. ചർച്ച ആ വഴിക്ക് തിരിച്ചുവിടാനുള്ള അഭ്യാസമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും വ്യക്തം.